ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ മസ്താനി രേണു സുധിയെ ആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സീരിയസ്ലി ആക്റ്റീവ് ആക്കി വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഓഫായി കിടന്നിരുന്ന നമ്മുടെ രേണു സുധിയെ ചാർജിലിട്ട് ഓൺ ചെയ്ത് അങ്ങ് ഇറക്കി വിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മസ്താനി ശ്രദ്ധിക്കേണ്ടതായി തോന്നിയൊരു കാര്യം, രേണു സുധിയും ഇണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുന്നെങ്കിലും ഒന്നും അറിയാത്ത ഒരു പൊട്ടി പെണ്ണല്ല. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും നാക്കുകൊണ്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനും പറ്റുന്ന ഒരാളാണ് രേണു സുധി. നൂറയുടെ കേസ് എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. മിണ്ടാതിരിക്കുന്നവരൊക്കെ മിണ്ടാപ്പൂച്ചകളാണെന്ന് വിചാരിക്കരുത്. ഈ പൂച്ച കുടുംബത്തിൽ തന്നെയാണ് പുലിയും സിംഹവും ഒക്കെ ഉൾപ്പെടുന്നത് എന്നത് ഓർക്കുന്നതും നല്ലതാണ്. പതുങ്ങിയിരുന്നാണ് ഇവയെല്ലാം ഇര പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രേണു സുധിയുടെ കാര്യത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് തന്നെ പറയേണ്ടി വരും. ആവശ്യമില്ലാതെ സുധിയുടെ പേര് വലിച്ചിട്ട രേണു സുധി കയറി അങ്ങ് ഫയർ ആവും. ഇന്ന് മസ്താനി എപ്പിസോഡിൽ ഞാൻ കണ്ടതാണ്, സുധിയുടെ പേര് പലയിടത്തും വലിച്ചിടുന്നുണ്ട്. സുധി എന്ന് പറയുന്നത് രേണുവിന്റെ ഭർത്താവാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയ ഒരാളാണ്. ആ മനുഷ്യന്റെ പേര് എപ്പോഴും പറയാൻ ഈ ലോകത്ത് അവകാശമുള്ള ഏക സ്ത്രീ അവര് തന്നെയാണ്, രേണു സുധി തന്നെയാണ്. അതിപ്പോ അവർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും അവർക്ക് ആ പേര് പറയാം. കാരണം അത് അവരുടെ ഭർത്താവായിരുന്ന ആളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും അവരുടെ ഭർത്താവല്ലാതായി മാറുന്നില്ല. മറ്റൊരു കാര്യം, സുധിയുടെ വിയോഗത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിച്ചതും രേണു സുധി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും വെറും കാഴ്ചക്കാരാണ്. അവരെ സഹായിക്കാനെന്ന് പറഞ്ഞ് 5-10 ഒക്കെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സഹതാപം കൊണ്ട് കൊടുത്തതായിരിക്കാം. പക്ഷെ അവരുടെ നഷ്ടം നികത്താൻ ആർക്കും കഴിയാത്തതാണെന്ന് ആരും വിസ്മരിക്കാനും പാടില്ല. ഇവിടെ മസ്താനി സുധിയുടെ പേര് പറഞ്ഞ് രേണു സുധിക്കെതിരെ ഗെയിം കളിക്കുന്നത് മസ്താനിക്ക് തന്നെ ബൂമറാങ് പോലെ കൊള്ളാനുള്ള സാധ്യതയാണ് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. രേണു സുധി ഉറങ്ങിക്കിടക്കുന്ന ഒരു പുലി തന്നെയാണ്. ഉണർത്തി വിട്ടാൽ നിങ്ങളെ തന്നെ അത് കടിക്കുമെന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്, അതായത് മസ്താനിക്ക് നല്ലത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.